ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചതയ ദിനത്തിൻ്റെ കുറച്ച് വീഡിയോസ്, കുറച്ച് ക്ലിപ്സൊക്കെ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചതയ ദിനത്തിന് നമുക്ക് കുറേ ഫ്രണ്ട്സല്ല എൻ്റെ റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇടാനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ. ഞാനിങ്ങനെ കറി മറ്റേ സവാളൊക്കെ ഇങ്ങനെ വഴറ്റി, അപ്പോൾ പിന്നെ മറന്നു പോകും. പിന്നെ അത് എല്ലാം കൂട്ടി പിന്നെ എല്ലാം കറി അതിന് ശേഷമായിട്ട് ഞാൻ ഓർക്കുക. പിന്നെ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി ഫ്രൈ ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തു എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് കോൺഫ്ലവറൊക്കെ ഇട്ട് മിക്സാക്കി പിന്നെ അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ ഇരുന്നു. ഞാനിതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത്. പിന്നെ കറി അമ്മയുണ്ട് ഉണ്ടാക്കിയ ചിക്കൻ കറി. പിന്നെ അതേ എരിശ്ശേരി, മത്തങ്ങയും പയറും ഉണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് സ്നേഹതീരം ബീച്ചിൽ, നമ്മളിവിടെ ഉള്ള ഒരു ഫേമസ് ബീച്ചാണ് കേട്ടോ സ്നേഹതീരം. പിന്നെ ഓഹോ ബീച്ച് എന്നും പറയും. അവിടെ രണ്ടിടത്തും നമ്മൾ പോയിട്ട് ഓണായിട്ട് നമ്മൾ ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നൈറ്റിലൊക്കെ ആയിട്ട് അവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ കുറേ ഉണ്ട് കാണാം, പക്ഷെ ഞാൻ ഈ ഭാഗം മാത്രമേ എടുത്തുള്ളൂ. ഞാൻ ഇതെടുത്തോ അതെടുത്തോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ മറന്നു പോയിട്ടാണ്. അങ്ങനെ അതേ അവിടെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. വണ്ടികളൊന്നും ആ ഭാഗത്തേക്ക് പോവുകയില്ല. അപ്പോൾ അതേ ആൾക്കാരൊക്കെ ഇവിടുന്ന് ഓടുന്നുണ്ട്. എന്തിനാണോ ഓടണമെന്നറിയില്ല. ഇത് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നാടൻ പാട്ടൊക്കെ ഒരു പാട്ട് കഴിയുമ്പോഴത്തേനും തന്നെ നമ്മൾ ഇറങ്ങിപ്പോന്നു കേട്ടോ. നൈറ്റ് ആകുമ്പോൾ നമുക്ക് വീട്ടിൽ വേഗം വന്നില്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ ചീത്ത പറയും. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങിയപ്പോൾ ലൈറ്റൊക്കെ കണ്ട് മക്കളൊക്കെ ഇങ്ങനെ നോക്കി നടന്ന് നമ്മൾ ഓഹോ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ ഓഹോ ബീച്ചാട്ടോ. ഇവിടെ നല്ല വ്യൂ ആട്ടോ. ഞാൻ വേറൊരു വീഡിയോയിലൊക്കെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയാട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡും ഒക്കെ അവിടെ ഉണ്ട്, പക്ഷെ ഭയങ്കര റേറ്റ് കൂടുതലാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടമൊന്നും ആയിട്ടില്ല കേട്ടോ. അത് കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ ഇത് നമ്മളവിടെ കുറേ ഇറങ്ങി. പിന്നെ വരുന്ന വഴിയിൽ ഞാനിങ്ങനെ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഒന്നെടുത്തിട്ടാ. പിന്നെ അത് അത്ര എന്തോ ആണെന്ന് തോന്നുന്നു. അത് കണ്ട് ഞാൻ നന്നായിട്ട് വീഡിയോ എടുത്തപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ നോക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം എടുക്കാൻ പോയില്ല. പിന്നെ നമ്മൾ പിറ്റത്തെ ദിവസത്തെ ഒരു വീഡിയോ ആയിട്ട് എടുത്തത്. അത് നമ്മൾ മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പൊതി എല്ലാ പ്രാവശ്യം നമ്മൾ 3 പൊതി കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം 2 പൊതി ആക്കിയിട്ടാണ്. അപ്പോൾ എരിശ്ശേരിയും പിന്നെ ക്യാബേജും പിന്നെ ഇഞ്ചിക്കറിയും മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാ പ്രാവശ്യം നമ്മൾ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ടൈം കിട്ടിയില്ല. ഇന്നലെ നമ്മൾ ഫുള്ള് വർക്കായിരുന്നല്ലോ. പിന്നെ അതായത് ഇന്നലെ ഗസ്റ്റൊക്കെ വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് പറ്റൂല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവർ നിർബന്ധം വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഉള്ള കറി നമ്മൾ റെഡിയാക്കി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഫിഷ് ഫ്രൈയും മുട്ട വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് പറ്റിയില്ല. പിന്നെ ഉണ്ടായിരുന്നു, അത് തലേ ദിവസത്തെ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഫ്രഷ് കൊടുക്കണം.